ഒന്നുകൂടി ദൈവത്തെ ആരാധിക്കാം. കണ്ണുകളടയ്ക്കാം. സ്വർഗ്ഗപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്വർഗ്ഗപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ ദാസന്മാരും ദാസിമാരുമായി ഞങ്ങൾ ഒരുമിച്ച് ഇത്രത്തോളം സമയം തിരുസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കി. അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം, അവിടുത്തെ കരുതലിനായി സ്തോത്രം, അവിടുത്തെ പരിപാലനത്തിനായി സ്തോത്രം, സംരക്ഷണത്തിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവിനെ തന്നെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തുന്ന വിധങ്ങൾക്കായി നദിയോട് സ്തോത്രം ചെയ്യുന്ന പിതാവേ, ദാസന്മാരും ദാസിമാരും ഒരുമിച്ച് കർത്താവേ ഹല്ലേലൂയ ഒരുമരപ്പെട്ട നിന്നെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ മാസത്തിലൊരിക്കൽ ഇങ്ങനെ കണ്ടെത്തുന്ന ഈ നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. തുറന്ന് നിന്റെ മക്കളെ കർത്താവേ നിന്റെ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ഐക്യതയിൽ നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ദേവദാസൻ പാസ്റ്റർ ജോൺ ചാക്കോ സങ്കീർത്തന വായന നടത്തി നമ്മെ പ്രബോധിപ്പിച്ച ഡോക്ടർ കെ സി ചാക്കോ, ശ്രേഷ്ഠരായ എല്ലാ ദൈവദാസന്മാരും ഒപ്പം അവരുടെ ഭാര്യ സഹോദരിമാരായ ദേവദാസിമാരും
എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെയും എൻ്റെ ഭാര്യ ലിസയുടെയും സ്നേഹവന്ദനങ്ങൾ. ഞങ്ങളിവിടെ ഇന്ന് ഇപ്പോഴായിരിക്കുന്നത് നിങ്ങളുടെ പലരുടെയും പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ്. കഴിഞ്ഞ 5 വർഷമായി അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 3 വർഷം ലിസ നാട്ടിലായിരുന്നു. ലിസയെ ദൈവത്തിൻ്റെ ആലോചനയുണ്ട്. ഞങ്ങൾക്ക് കുടുംബമായിട്ട് വെള്ളക്കാരുടെ നടുവിൽ താമസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യിക്കുമെന്ന് എന്നെ ഇതുവരെ നടത്തിയ ദൈവം, വാക്കുകൾ തന്ന് കൈക്ക് പിടിച്ച് വഴി നടത്തിയ ദൈവം അതും ചെയ്യും എന്ന് വിശ്വസിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്തു. പല ദൈവദാസന്മാരും ദൈവമക്കളും പ്രാർത്ഥിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി ലിസ എന്നോടൊപ്പം ക്ലീവ്ലൻഡ്, ടെന്നസിയിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് എൻ്റെ ഡോക്ടറൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കോഴ്സ് വർക്കെല്ലാം കഴിഞ്ഞു. എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യേണ്ട സമയമാണ്. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ സർവേ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായിട്ട് ആ ക്വസ്റ്റ്യൻ സർവേ നടത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഫ്ലോറിഡയിലായിരുന്നു കഴിഞ്ഞ 2.5 മാസം. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ദൈവമക്കൾ തുടർന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കുക. ഇങ്ങനെ ഒരുമിച്ച ദൈവമക്കളെ, ദൈവദാസന്മാരെ കണ്ട് അവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനും ദൈവം ഒരുക്കിയ ഈ ശ്രേഷ്ഠമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫ്ലോറിഡയിൽ പോയപ്പോഴും അവിടെയും ഇതുവരെ മാസയോഗത്തിന് ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. എല്ലാം തികച്ചും അഭിചാരിതമായെന്ന് എനിക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതുണ്ടായിരുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അധികം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പോകുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ലല്ലോ. അറ്റ് ദ മോസ്റ്റ് ഐ ഹാവ് 25 minutes. അത്രയും എൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനതെല്ലാം ഇങ്ങനെ വളരെ തിടുക്കത്തിൽ പറഞ്ഞു പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഏച്ചേക്വാമ്പോനും ഏക്വാം യുക്കൂന്തും ഹബിത്താരെ ഫ്രാത്രസിനൂനും. അന്യഭാഷയൊന്നും അല്ല കേട്ടോ, അത് ലാറ്റിനാ. സങ്കീർത്തനം 133 1-ാം വാക്യം. ഏച്ചേക്വാമ്പോനും, ഓ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഏക്വാം യുക്കൂന്തും, സഹോദരിച്ച് വസിക്കുക. ഫ്രാത്രസ് ഇൻ ഊനും, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണ്. ദൈവത്തിന് മഹത്വം. അത് നമ്മൾ പലപ്പോഴും സങ്കീർത്തനം വായിച്ച് ദേവദാസന്മാർ ശുശ്രൂഷിക്കുന്നു. ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്നൊന്നും ശുശ്രൂഷിക്കാറില്ല. എന്നാലും ദേവദാസന്മാർ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുന്നതൊക്കെ കണ്ട് ഞാൻ ത്രില്ലെടുത്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇത് ഞങ്ങളുടെ ആശ്രമത്തിൽ, ഞാനൊരു ആശ്രമ പുരോഹിതനാണെന്ന് അറിയാമല്ലോ. എൻ്റെ അനുഭവസാക്ഷ്യം കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ യൂട്യൂബിലായാലും യുവർ ലിവിങ് മന്നയിലായാലും ഗൂഗിളിൽ ചെന്നിട്ട് എൻ്റെ പേരിട്ടാൽ മതി. അവിടെയൊക്കെ എൻ്റെ അനുഭവസാക്ഷ്യമൊക്കെ കിട്ടും. അത് നോക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാനൊരു ആശ്രമ പുരോഹിതനായിരുന്നു. അവിടെ ഞങ്ങൾ ഈ സങ്കീർത്തനം ചൊല്ലി ഞങ്ങൾ പരസ്പരം ഹഗ് ചെയ്യുന്ന, നമുക്ക് നാട്ടിലങ്ങനെ ഹഗ്ഗിങ് ഒന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ ആശ്രമത്തിലാണ് പരസ്പരം ഹഗ് ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ നമ്മളിവിടെ കർത്താവിൻ്റെ തിരുവത്താഴ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമുക്കൊരു ഹഗ്ഗിങ് ഉണ്ടല്ലോ. ഹഗ്ഗിങ് അല്ല, സഹോദരന്മാർ തമ്മിൽ സഹോദരിമാർ തമ്മിലുള്ള ആ ചുമ്മാ ചടങ്ങല്ല, അതെ. പക്ഷെ വാസ്തവമായി ഞങ്ങൾ ഈ പാട്ടുപാടി തമ്മിൽ ഹഗ് ചെയ്യുമ്പോൾ കണ്ണുനീര് പൊഴിക്കാറുണ്ട്. We literally feel so much. അത്രത്തോളം ഞങ്ങൾ ആ ഒന്നായിട്ടിരിക്കുന്ന അനുഭവം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവദാസന്മാർ, ദൈവമക്കൾ സഭയായി ഒരുമിച്ച് കൂടി
ഇവിടെ ആയിരിക്കുന്ന, ഒരു മാസത്തിൽ ഒരിക്കൽ ഇന്നൊരു ആത്മശോധനയ്ക്കായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. ആർ യു റിയലി യുണൈറ്റഡ് ഇൻ യുവർ ഹാർട്ട്? അത് ഒരു ചടങ്ങ് മാത്രമായിട്ട് ഒരുമിച്ച് കൂടുകയാണോ? റസൽ പറഞ്ഞു നാട്ടിൽ ഇതുപോലും ഇല്ലായിരുന്നു. ശരിയാ, പക്ഷെ ഇവിടെ ഇത്രയെങ്കിലും ഉണ്ടോ? ഇല്ലോ. പോരെ പോരെ, ഒരു ചടങ്ങായിട്ട് ഇത് മാറരുത്. നമ്മൾ സഹോദരൻ ദേവദാസന്മാർ തമ്മിൽ കണ്ടാൽ എത്ര ഹാർദവമായിട്ട് ഹഗ് കൊടുക്കുന്നുവെന്ന് നമ്മളൊന്ന് മാറി വീഡിയോ എടുത്ത് നോക്കണം. നമ്മൾ ദൈവമക്കൾ പരസ്പരം കൈ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിലർ കൈ കൊടുക്കുന്ന കാണാൻ കൊടുത്തില്ല എന്ന് മട്ടിൽ ഇങ്ങനെ വലിച്ചുമുരി പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ വർഷം എനിക്ക് നാട്ടിൽ പോകാനിടയായി. യാദൃശ്ചികമായിട്ടാണ്, അതെല്ലാം യാദൃശ്ചികമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടക്കുക. ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു ഹെവൻലി ആർമീസ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ, സൗത്ത് ഇന്ത്യയിലെ കുറെ ദേവദാസന്മാർ, പാസ്റ്റർമാർ, ദേവദാസന്മാർ, ശുശ്രൂഷകന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സംഘമാണ്, ഒരു ആർമിയാണ്, പ്രാർത്ഥനയിൽ പോരാടുന്ന ആർമി. അവരൊരു 200ഓളം പേർ ഒരുമിച്ച് വന്നിട്ട് അവരുടെ ആനുവൽ മീറ്റിംഗ്, 8th ആനുവൽ മീറ്റിംഗ് ആയിരുന്നു. അതിൽ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. എന്നോട് പറഞ്ഞു യൂണിറ്റി അമംഗ് ദ പാസ്റ്റേഴ്സിനെ കുറിച്ച് പ്രസംഗിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാം, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രസംഗമായിരിക്കില്ല എന്നിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. തികച്ചും വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. ഞാൻ പോയി പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമ മഹത്വത്തിനായിട്ട് പറയട്ടെ. ശരിക്കും ദൈവദാസന്മാർ അനുതപിച്ച ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ദൈവദാസന്മാർ ശരിക്കും അനുതപിച്ച ഒരു മീറ്റിംഗ്. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ദൈവദാസന്മാരുടെ ഒത്തൊരുമയ്ക്ക് വേണ്ടി, അതാണ് ടോപ്പിക്. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. ദേവദാസന്മാരുടെ ഒത്തൊരുമയ്പ്പിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിങ്ങൾ വീട് വിട്ടു പോകുന്ന സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന ദേവദാസന്മാരാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ എന്തുമാത്രം ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു യാത്രയായി ഭാര്യ നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ എന്തുമാത്രം ഒരു ഒത്തൊരുമയുടെ ഭാരത്തിൽ നിന്ന് ഭാര്യയെ വിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായിട്ട് എന്തുമാത്രം ഒത്തൊരുമിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഈ ഫ്ലോറിഡയിലായിരുന്നപ്പോൾ PC എബ്രഹാം പാസ്റ്റർ എന്നെ ഒരു പ്രെയർ ലൈനുമായിട്ട് ബന്ധപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു ഒരു മെസ്സേജ്, എൻ്റെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സാക്ഷ്യം ഒരു ദിവസം പറഞ്ഞു. പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ഞാൻ പോയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഒരു മെസ്സേജ് കൂടെ കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മെസ്സേജ് കൊടുത്തു. ഞാൻ മെസ്സേജ് ഒരുങ്ങി പ്രത്യേകിച്ച് കൊടുത്തതല്ല. ആ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതുവരെ അനുഭവിക്കാത്ത ദൈവിക ശക്തി അനുഭവിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ പ്രസംഗമായിരുന്നില്ല, അതൊരു കരച്ചിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ആ തോട്ട്സ് ഇതാ. കാൽവരി ക്രൂശിൽ കടന്നുകൊണ്ട് യേശുവിൻ്റെ പിതാവിനോടുള്ള നിലവിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവത്തിന് സ്തോത്രം. പിതാവിനോട് പുത്രൻ നിലവിളിക്കുന്ന ഒരു അവസ്ഥ. അവിടെ കർത്താവായ യേശുവും തന്റെ പിതാവുമായി അഭേദ്യബന്ധമുണ്ടായിരുന്നത്. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം പിതാവിനോടൊപ്പം തുല്യത പങ്കിട്ടിരുന്ന ആ പുത്രൻ നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ താൻ ശൂന്യനാക്കി എല്ലാം താൻ ഒഴിഞ്ഞ് ഈ താണലോകത്തിൽ വന്ന് പാവമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി ജീവിച്ചത്, പിതാവിന് അവസാനത്തോളം കീഴ്പ്പെട്ട, കുരിശുമരണത്തോളം കീഴ്പ്പെട്ട അവൻ പിതാവിൻ്റെ ദൗത്യം, പിതാവിൻ്റെ ഹിതം